യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ 2 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ട് ചെയ്യണമെന്നാണ് യേശുനാഥൻ പറയുക. ആദ്യമായി തന്നെ പരിത്യജിക്കുക എന്നുള്ളതാണ്. എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും എൻ്റെ കർത്താവിന് വേണ്ടി കൊടുക്കാൻ, കർത്താവിന് വേണ്ടി പരിത്യജിക്കാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് എനിക്ക് ആ വഴിയെ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ടാകുള്ളൂ. എൻ്റെ സുഖങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുന്നു. ആ സുഖങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം ഞാൻ വേണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ നടക്കാം എന്ന് ചിന്തിക്കുന്നതല്ല യേശുവിനെ അനുഗമിക്കുന്നത്. യേശുവിന് വേണ്ടി യേശു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കാനുള്ള മനസ്സുണ്ടോ, അത് ബുദ്ധിമുട്ടില്ലാതെ കൊടുക്കാൻ പറ്റണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ യേശുവിന് വേണ്ടി കൊടുക്കുമ്പോൾ കുറേയേറെ വലിയ സഹനം ഏറ്റെടുത്ത്, അല്ലെങ്കിൽ അയ്യോ ഇത് ഞാൻ കൊടുക്കണോ 2-3 പേരോട് പറഞ്ഞിട്ട് അതൊന്നല്ല, ഞാൻ തയ്യാറാണ്, അങ്ങനെ മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? ആരോടും നിർബന്ധങ്ങളില്ലാതെ, ആർക്കും ബുദ്ധിമുട്ടുകളില്ലാതെ, എനിക്ക് അത് വലിയൊരു കാര്യമാണെന്ന് ചിന്തിക്കാതെ എനിക്ക് കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ. രണ്ടാമതായിട്ട് കുരിശുകൾ എടുക്കുക, ആ വഴിയെ നടക്കുക എന്നുള്ളതാണ്. ദൈവം എങ്ങനെയാണ് കുരിശിലൂടെ യാത്ര ചെയ്തത്, അതിലൂടെ എനിക്ക് യാത്ര ചെയ്യാം. അതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു അനുഗമനം, അല്ലെങ്കിൽ യേശു അനുഗമിക്കുക, ഒരു നല്ല ശിഷ്യനായി തീരുക. നമുക്ക് ചിന്തിച്ച് നോക്കാം, ഞാൻ അങ്ങനെയാണോ എൻ്റെ യേശുവിനെ അനുഗമിക്കുന്നത്?